സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ലത്തീൻ സഭ. സംസ്ഥാനത്ത് ഭരണഘടനാ മൂല്യങ്ങൾ ഇല്ലാതാകുന്നുവെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. വികസനത്തിന്റെ പേരിൽ നടക്കുന്നത് കൊടും ചൂഷണമാണ്. അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാക്കി അടിച്ചമർത്തുന്നുവെന്നും ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. ദേശീയ തലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തും പ്രാദേശിക തലത്തിലും ജനാധിപത്യ പാരമ്പര്യവും പൗരാവകാശങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ചവിട്ടി മെതിക്കപ്പെടുന്നു എന്നത് ഖേദകരമാണ്. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലും അഴിമതിയും സ്വജനപക്ഷപാതവും രാഷ്ട്രീയ അധാർമികതയും വികസനത്തിൻ്റെ പേരിൽ കൊടും ചൂഷണവും അരാജകത്വവും ക്രമസമാധാന തകർച്ചയും സാമൂഹ്യ ജീവിതത്തെ കലുഷിതമാക്കുന്നു. അവകാശങ്ങൾക്കായി ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളെന്നും കൊടും കുറ്റവാളികളെന്നും മുദ്രകുത്തി ഒരു തത്വദീക്ഷയുമില്ലാതെ അടിച്ചമർത്തുന്ന ദുരന്തത്തിന് നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ ഇരകളുണ്ട്. രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെ വർഗീയ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് ലത്തീൻ സഭ. മണിപ്പൂരിലെ അതിക്രമങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പോകേണ്ടതില്ല. എത്ര ശക്തനായ ഭരണാധികാരിയാണെങ്കിലും ജനങ്ങളോടൊരിക്കൽ സമാധാനം പറയേണ്ടി വരുമെന്നും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനമായ മണിപ്പൂരിലെ ന്യൂനപക്ഷ ക്രൈസ്തവ ഗോത്രവർഗക്കാർക്കെതിരെ കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ച ഭയാനകമായ വംശീയ അതിക്രമങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പോകണമെന്നില്ല. എത്ര ശക്തനായ ഭരണാധികാരിയാണെങ്കിലും ജനങ്ങളോട് ഒരു നാൾ സമാധാനം പറയേണ്ടി വരും. റിനു ശ്രീധറുണ്ട് വിവരങ്ങൾ നൽകാനായി. റിനു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ വിമർശിച്ചുകൊണ്ടാണോ ആർച്ച് ബിഷപ്പ് സംസാരിച്ചത്? ജിൽസി, എറണാകുളത്ത് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് ലത്തീൻ സഭ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ രംഗത്ത് എത്തിയത്. അതായത് സംസ്ഥാനത്ത് ഭരണകൂട മൂല്യങ്ങൾ ഇല്ലാതാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വികസനത്തിന്റെ പേരിൽ നടക്കുന്നത് കൊടും ചൂഷണമാണ്. അതുപോലെ തന്നെ തീരദേശവാസികൾക്കും ലത്തീൻ സമൂഹത്തിനുമെതിരെ ഭരണാധികാരികൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്നവരെ രാജ്യദ്രോഹികളാക്കി അടിച്ചമർത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും കളത്തിപ്പറമ്പിൽ പറഞ്ഞു. ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ചില വ്യക്തികൾക്കെതിരെയും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു. പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാര വിവാദം കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മണിപ്പൂരിലെ അതിക്രമങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ പ്രധാനമന്ത്രിയുടെ വിരുന്ന് സൽക്കാരത്തിൽ പോകേണ്ടതില്ല, അല്ലാതെ തന്നെ പ്രതികരിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വരാപ്പുഴ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ക്രൈസ്തവർക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു രാജ്യത്തെന്നും കൂട്ടിച്ചേർത്തു. എത്ര ശക്തനായ ഭരണാധികാരി ആണെങ്കിലും ജനങ്ങളോട് ഒരിക്കൽ സമാധാനം പറയേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ജിൽസി.